എനിക്ക് തന്നെ വാപ്പാനെ ഏൽപ്പിച്ച് അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അതുകൊണ്ട് ഞാനിതാ പോകുന്നു, അനുജന്മാരെ വന്നോളൂ. ഒരൊറ്റ ഓട്ടമാണ്, 80 ഫർസഖ്, ഒരൊറ്റ കുതിപ്പിന് അതാ യഹൂദ ഓടുന്നു. ഒരു സ്ഥലത്തും നിന്നില്ല. എവിടുന്ന് ഓടി? ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് ഒരോട്ടാ കുപ്പായവും പിടിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, പിന്നെയും അത്ഭുതങ്ങളാണ് നടക്കുന്നത്. അല്ലാഹു പറയുന്നു, ഫലമ്മാ വലമ്മാ ഫസലത്തിൽ ഗൈർ. ഈ കുപ്പായവും ഏറ്റുവാങ്ങി സന്തോഷത്തോടെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഇക്കാക്കമാര് കൊട്ടാരം വിട്ടിറങ്ങിയിട്ടേ ഉള്ളൂ. കൊട്ടാരം വിട്ടിറങ്ങിയിട്ടേ ഉള്ളൂ. അത്രയും ദൂരത്തെത്തിയിട്ടില്ല, അത്രയും ദൂരത്താണ് ഇവരുള്ളത്. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനി 80 ഫർസഖ് അകലെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ഉള്ളത്. ആ സമയത്ത് ഖാല അബൂഹും, അവരെ പിതാവ് യാക്കൂബ് നബി പറഞ്ഞു, ഇന്നി ലാജിദു റീഹ യൂസുഫ, ഞാനിതാ യൂസുഫിന്റെ വാസന വരുന്നല്ലോ. 10 മക്കളല്ലേ ഈജിപ്തിലേക്ക് പോയിട്ടുള്ളൂ. ബാക്കി 100 കണക്കിന് കുടുംബാംഗങ്ങളൊക്കെ വീട്ടിലുണ്ട് യാക്കൂബ് നബിയുടെ ചാരത്ത്. അവരോടാണ് പറയുന്നത്, കൊട്ടാരത്തിൽ നിന്ന് യൂസുഫ് നബിയുടെ കുപ്പായവുമായി പുറത്തു കടന്നപ്പോഴേക്ക് കനാനിൽ നിന്ന് ആ കുപ്പായത്തിന്റെ വാസന, അഥവാ അത് ധരിച്ച യൂസുഫ് നബി ഇസ്ലാമിന്റെ വാസന ഇവിടെ യാക്കൂബ് നബി അറിയുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ അമ്പിയാക്കന്മാർ. അമ്പിയാക്കളെ സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നവരില്ലേ? വഹാബികളുടെയും മൗദൂദികളുടെയും ഒക്കെ മദ്രസയിൽ മക്കളെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളെ, അവരിന്നും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സർവ്വ അമ്പിയാക്കളും സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യരുടെ അറിവും കേൾവിയും കാഴ്ചയും മാത്രമേ അവർക്കുള്ളൂ. അതിലപ്പുറമുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ മുഅ്മിനല്ല എന്നാണ് അവരെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. തിരിച്ചറിയുക, അള്ളാന്റെ അമ്പിയാക്കളെ പ്രത്യേകത നമ്മൾ അറിയണം. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഉപ്പ പറയുന്നു, ഇന്നി ലാജിദു റീഹ യൂസുഫ, ഞാനിതാ യൂസുഫിന്റെ വാസന ആസ്വദിക്കുന്നു. ലൗലാ അൻ തുഫന്നിദൂൻ, എന്റെ മക്കളെ എനിക്ക് ചെന്നിയാണെന്നും നിങ്ങൾ പറഞ്ഞേക്കരുതേ. ഞാൻ പ്രായാധിക്യം കൊണ്ട് പറയാണെന്ന് പറയരുതേ. കാരണം യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ട വിവരം ഇവിടെ നാട്ടിലെത്തിയിട്ടില്ല. കൊട്ടാരത്തിൽ ഇക്കാക്കമാര് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്താണ് വീട്ടിലുള്ളവരോട് പറയുന്നത്, എനിക്ക് ചെന്നി പിടികൂടിയതാണ്, പ്രായാധിക്യം കൊണ്ടുള്ള പിച്ചിമ്പയം പറയുകയാണെന്നൊന്നും നിങ്ങൾ പറഞ്ഞേക്കരുത്. യൂസുഫിന്റെ വാസന വരുന്നുണ്ട്. പക്ഷേ കുടുംബക്കാരെങ്ങനെ വിശ്വസിക്കും? കാലു തല്ലാഹി ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം. അവിടെ കൂടിയിരുന്ന കുടുംബങ്ങൾ പറഞ്ഞു, അള്ളയാണേ സത്യം, വാപ്പാ നിങ്ങൾ കാലങ്ങളായി യൂസുഫിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഓടിയതാ യഹൂദ വരുന്നു. അല്ലാഹു തആല പറഞ്ഞു, ഫലമ്മാ അൻജാ അൽ ബശീർ അൽഖാഹു അലാ വജ്ഹിഹി ഫർതദ്ദ ബസീറാ. സന്തോഷ വാർത്ത അറിയിച്ചു കുപ്പായവും പിടിച്ചു ഓടി വന്ന യഹൂദ നബിയുല്ലാഹി യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് കുപ്പായം അങ്ങ് ചാർത്തേണ്ട താമസം ഫർതദ്ദ ബസീറാ, കണ്ണിന്റെ കാഴ്ച തിരിച്ചു വന്നു. ഇതാണ് അമ്പിയാക്കളുടെ മോചിതത്വം, അവരെ ബർക്കത്തും. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വഹീഹുൽ ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബീവി അസ്മാ റളിയല്ലാഹു അൻഹ ഒരു കുപ്പായം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് തിരുനബിയുടെ കുപ്പായമാണ്. വകാനത്ത് ഇൻദ ആയിഷ റളിയല്ലാഹു അൻഹ ഫലമ്മാ ഖബലത് ഖബൽതുഹാ, ഇതെന്റെ അനുജത്തി ബീവി ആയിഷയുടെ കൈവശമായിരുന്നു. ആയിഷ മരണപ്പെട്ടപ്പോൾ ഞാൻ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ആയിഷ ബീവിയുടെ ഇത്താത്ത സിദ്ദീഖുൽ അക്ബറിന്റെ മൂത്ത പുത്രി ബീവി അസ്മയാണ് പറയുന്നത്. എന്താണ് ഈ കുപ്പായത്തിന്റെ പ്രത്യേകത? വകാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹാ, തിരുനബി ശറഫാക്കപ്പെട്ട ശരീരത്തിൽ ധരിച്ച വസ്ത്രമാണ്. ഇതെന്തിനാ ഞങ്ങൾ സൂക്ഷിക്കുന്നത്? ഫനഹനു നഅസിലുഹാ ലിൽ മർളാ, ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം വന്നാൽ ഈ കുപ്പായം വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം ഞങ്ങൾ കുടിച്ചാൽ ഫനസ്തശ്ഫീ ബിഹി, അതുകൊണ്ടാണ് ഞങ്ങൾ രോഗശമനം തേടുന്നത്. സ്വഹാബത്തിന്റെ വിശ്വാസമാണിത്. പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കളെ ബർക്കത്താണ്, മഹാന്മാരുടെ ബർക്കത്താണ്. ഇതിൽ വിശ്വസിക്കാത്തവന് ഖുർആൻ ഉൾക്കൊള്ളാൻ കഴിയില്ല, ഹദീസുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ല, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലാഹു സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസത്തിൽ
നമ്മളെല്ലാവരെയും ഉറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. കണ്ണിന്റെ കാഴ്ച തിരിച്ചു വന്നപ്പോഴേക്കതാ വാപ്പ പറഞ്ഞു, കാല അലം അഖുല്ലകും ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്, ഞാൻ നബിയാണ്. അതുകൊണ്ട് നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്? നബി ചോദിക്കുകയാണ്. അങ്ങനെ ഏതാ അപ്പോഴേക്ക് ബാക്കിയുള്ള മക്കളൊക്കെ ഓടി വന്നു. വാപ്പാന്റെ മുമ്പിൽ നിന്ന് അവർ കരയുകയാണ്, വാപ്പാ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളെ മനസ്സിൽ അസൂയ വന്നത് കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയതാണ്. അപ്പേ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കണം, അള്ളാഹിനോട് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ റെക്കമെൻഡ് പറയണം. നിലവിളിച്ചുകൊണ്ട് മക്കൾ പറയുന്നു, ഖാലു യാ അബാന ഇസ്തഗ്ഫിർ ലനാ ദുനൂബന ഇന്നാ കുന്നാ ഖാതിഈൻ. ഉപ്പാ, നിങ്ങൾ റബ്ബിനോട് ഞങ്ങളെ പാപം പൊറുക്കാൻ വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഇന്നാ കുന്നാ ഖാതിഈൻ, ഞങ്ങൾ വല്ലാത്ത തെറ്റ് ചെയ്ത കുറ്റവാളികളാണ് എന്ന് യാക്കൂബ് നബിയുടെ മുമ്പിൽ താണുകേണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, പിന്നീട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനോട് പൊറുക്കലിന് ചോദിക്കും. ആ പിന്നീട് എന്ന് പറഞ്ഞത് എപ്പോഴാണ്? 3 അഭിപ്രായങ്ങൾ അവിടെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അർദ്ധരാത്രിക്കു ശേഷം ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് പറയാം. മറ്റൊരഭിപ്രായം, യൂസുഫിന്റെ വിവരം അറിയട്ടെ, യൂസുഫ് നിങ്ങളോട് മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം, അല്ലാതെ ദുആക്ക് അർത്ഥമല്ല. യൂസുഫിനെയാണ് നിങ്ങൾ വേദനിപ്പിച്ചത്, അതുകൊണ്ട് അദ്ദേഹം പൊരുത്തപ്പെടണം, അതറിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാപ്പ് തരാം. മൂന്നാമത്തെ അഭിപ്രായം, വെള്ളിയാഴ്ച വരട്ടെ, വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഉറപ്പുള്ള സമയമുള്ള ദിവസമാണ്, അതുകൊണ്ട് വെള്ളിയാഴ്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇങ്ങനെ 3 വ്യാഖ്യാനം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. അങ്ങനെ ചുരുക്കത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം ഈ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവർ ചെയ്തു പോയ തെറ്റിന് അല്ലാഹുവിനോട് മാപ്പിരുന്ന് അവരെ കൂടി സ്വർഗത്തിന്റെ ആളുകളാക്കി മാറ്റുന്ന വിധത്തിൽ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അതാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശാനുസൃതം മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഇനി കൊട്ടാരത്തിലേക്ക് പോകുകയാണ്. കൊട്ടാരത്തിലേക്ക് യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോകണം. അതിനു വേണ്ടിയുള്ള ഓർഡർ വന്നു. കുടുംബത്തെ മുഴുവനും കൂട്ടിക്കൊണ്ടുവരാനുള്ള നിർദ്ദേശം വന്നു. അങ്ങനെ നിർദ്ദേശാനുസൃതം ബഹുമാനപ്പെട്ട യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതാവും കുടുംബവും അതാ പുറപ്പെടുകയാണ്. അവരുടെ വരവറിഞ്ഞ് യാക്കൂബ് നബിയെ സ്വീകരിക്കാൻ ഈജിപ്തിലെ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച ഒരുക്കങ്ങളാണ്. പണ്ഡിതന്മാര് പറയുന്നു, ഇന്ന യൂസുഫ് അലൈഹിസ്സലാം ബഅസ മാ ഇഖ്വതിഹി ഇലാ അബിഹി യഅതി ദിഹ്ലതൻ വജിഹാസൻ കസീറൻ ലിയതൂഹു ബിഹാ യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് അലൈഹിസ്സലാമിനെ കൊണ്ടുവരാൻ അതാ ഒരുപാട് വാഹനങ്ങളെയും ആളുകളെയും കൻആനിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഫലമ്മാ അതൂഹു തജഹസ യാക്കൂബ് ലിൽ ഖുറൂജി ഇലാ മിസ്ര. യാക്കൂബ് നബി അലൈഹിസ്സലാം മിസ്റിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഫജമഅ അഹ്ലഹു, കുടുംബക്കാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. വഹും യൗമഇദിൻ 72. ഒരഭിപ്രായത്തിൽ 77 പേരാണ് അന്ന് ആ കുടുംബത്തിലുള്ള കുട്ടികളും മക്കളും ഒക്കെ ആയിട്ടുള്ളത്. ഇവരൊക്കെ കൂട്ടി ഇനി ഈജിപ്തിലേക്ക് യാത്ര പോകുകയാണ്. ഈ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയാണ് ഇസ്രായേൽ എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ മക്കളാണ്. ഇനി പിൽക്കാലത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വരാൻ പോകുന്നു. ആ മൂസാ നബി അലൈഹിസ്സലാം പ്രതിനിധീകരിക്കുന്നത് ബനു ഇസ്രായേലികൾ ആണല്ലോ. ബനു ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ നമ്മളെ ഇസ്രായേലുകാർ എന്നല്ല. ബനു ഇസ്രായേലർ എന്ന് പറഞ്ഞാൽ ഈ യാക്കൂബ് നബിയുടെ ഈജിപ്തിൽ താമസിക്കുന്ന മക്കളാണ്. അവർ പിന്നീട് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഫറോവമാരിൽ നിന്ന്. അങ്ങനെ അതേ ഈജിപ്തിലേക്ക് ഇവർ പോകുന്ന കഥ, ചരിത്രം ആരംഭിക്കുന്ന പോയിന്റാണ് ഇവിടെ. യാക്കൂബ് നബി 70 ചില്ലാനം വരുന്ന കുടുംബാംഗങ്ങളെയും കൂട്ടി മകന്റെ ക്ഷണമനുസരിച്ച് പോകുകയാണ്. കല്ലമ യൂസുഫ് മലിക്കൽ അക്ബർ, അവിടുത്തെ രാജാവ് റയ്യാൻ ഇബ്നു വലീദ് നേരത്തെ മുസ്ലിമായിട്ടുണ്ട്. അദ്ദേഹത്തോട് വിഷയം സംസാരിച്ചു. അങ്ങനെ ഫഖറജ യൂസുഫ് മഅഹുൽ മലികു ഫി 4000 മിനൽ ജുന്ദ്, 4000 സൈനികരുടെ ഔദ്യോഗിക വരവേൽപ്പും ബഹുമതിയും നൽകിക്കൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ പിതാവ് യാക്കൂബ് നബിയെ സ്വീകരിക്കാൻ ഈജിപ്ത് തയ്യാറായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതാ നാട്ടുകാരായ 10,000 ഈ പിതാവിനെ സ്വീകരിക്കാൻ. യൂസുഫ് നബിയോടുള്ള സ്നേഹം അത്രയും നാട്ടുകാരുടെ മനസ്സിലുണ്ട്.
അതുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ദുഃഖകരമായ ഈ കഥ ഈജിപ്തുകാരൊക്കെ അറിഞ്ഞതോടുകൂടി ആ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കാളികളാകണമെന്ന ആവേശത്തോടെ 10,000 അതാ കൻആനിൽ നിന്ന് വരുന്ന സിറിയയുടെ അതിർത്തിയിലേക്ക്, ഈജിപ്തിന്റെ ആ അതിർത്തി ഭാഗത്തേക്ക് എല്ലാവരും പുറപ്പെടുകയാണ്. അങ്ങനെ അതാ 10,000 ആളുകൾ വരവേറ്റ് കാത്തു നിൽക്കുന്നത് ദൂരെ നിന്ന് പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം കാണുകയാണ്. യാക്കൂബ് നബി ഈ രംഗം കണ്ടതോടെ ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി അങ്ങനെ യഹൂദയുടെ കൈ താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, മോനെ യഹൂദ, അത് ഈജിപ്തിലെ ഫറോവയാണോ? വല്ലാത്ത പരിവാരങ്ങളെ കാണുന്നുണ്ടല്ലോ. അപ്പം ബഹുമാനപ്പെട്ടവരോട് പറയുകയാണ് യഹൂദ, അല്ല വാപ്പാ, ബൽ ഇബ്നുക യൂസുഫ്, നിങ്ങളെ മകൻ യൂസുഫാണ് വാപ്പാ. ആ പിതാവിന്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറയുകയാണ്. അങ്ങനെ ഫലമ്മാദന യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ഇങ്ങോട്ട് അടുത്ത് വന്ന നേരത്ത് നസല, രണ്ടുപേരും വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങി കെട്ടിപ്പിടിച്ചുകൊണ്ടതാ ഒരു പിതാവ് മകനോട് കാണിക്കുന്ന സ്നേഹവായ്പകൾ പിതാവ് മകനോട് കാണിക്കുന്നു. വാപ്പയോട് ഒരു ചെറിയ കുഞ്ഞ് കാണിക്കുന്ന പ്രകടനം യൂസുഫ് അലൈഹിസ്സലാം തന്റെ പിതാവിനോട് കാണിക്കുന്നു. കണ്ടു നിന്നവരെല്ലാം കണ്ണീരൊലിപ്പിക്കുന്നു സന്തോഷം കൊണ്ട്. വല്ലാത്തൊരു രംഗം തന്നെ. അങ്ങനെ സ്വീകരിച്ച് ആനയിച്ച് 1000 അകമ്പടിയോടെ അതാ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കൊട്ടാരത്തിലെത്തിയപ്പോൾ മഹാനായ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വറഫഅ അബവൈഹി അലൽ അർശ്, വാപ്പയെയും മൂത്തമ്മയെയും അവിടെ ഒരുക്കിയ പ്രത്യേകമായ സ്റ്റേജിലേക്ക് അങ്ങ് കയറിയിരുത്തിയപ്പോൾ വഖറൂ ലഹു സുജ്ജദാ, വാപ്പയും മൂത്തമ്മയും അതോടൊപ്പം തന്നെ മുഴുവൻ ഇക്കാക്കമാരും യൂസുഫ് അലൈഹിസ്സലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദിലായി വീഴുന്നു. വഖാല, ഉടനെ തന്നെ അവിടെ എല്ലാവരെയും മുഖത്ത് നോക്കി യൂസുഫ് നബി പറഞ്ഞു, യാ അബതി, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഹാദാ തഅ്വീലു റുയായ മിൻ ഖബൽ, ഇതാണ് ഞാൻ അന്നു കണ്ട സ്വപ്നത്തിന്റെ വിശദീകരണവും വ്യാഖ്യാനം. എല്ലാവരെയും യോജിപ്പിച്ച് നമ്മളെ ഒന്നിപ്പിച്ച് തന്നില്ലേ അല്ലാഹ്. ഇന്ന റബ്ബീ ലത്തീഫുൽ ലിമാ യശാ, അവൻ വളരെ ലോലമായി പെരുമാറുന്നവനും എല്ലാ ചെറിയ രഹസ്യങ്ങളെയും അറിയുന്നവനുമാണ്. അതുകൊണ്ട് പടച്ചവനെ, വല്ലാത്തൊരു നിഅമത്ത് തന്നെയാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ശുക്ർ ചെയ്യുകയാണ്. തുടർന്നുള്ള സന്തോഷകരമായ ജീവിതം നയിച്ച് 24 കൊല്ലവും കൂടി യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബിയുടെ കൂടെ താമസിച്ചു. അദ്ദേഹത്തിന്റെ വസിയത്തനുസരിച്ച് മരണപ്പെടാനായപ്പോൾ, വഫാത്തെടുത്തപ്പോൾ യാക്കൂബ് നബി പറഞ്ഞു, മോനെ യൂസുഫേ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് എന്റെ ഉപ്പ ഇസ്ഹാഖ് നബി അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് എന്നെയും കൊണ്ടുപോയി നീ മറവ് ചെയ്യണേ. അതനുസരിച്ച് മഹാനവറുകൾ മരണപ്പെട്ടപ്പോൾ ജനാസയുമായതാ ഈജിപ്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തിയ ദിവസം മറ്റൊരു വാർത്ത കേൾക്കുന്നു. യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സഹോദരൻ ഐസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. യാക്കൂബ് നബിയുടെ അതേ കൂടെ ജനിച്ച ഇരട്ടകളാണവര്. അതേ ദിവസം തന്നെയാണ് ഐസും മരണപ്പെട്ടത്. രണ്ടുപേരെയും ഇസ്ഹാഖ് നബിയുടെ ചാരത്ത് മറമാടി. ഇതോടെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചിന്ത മാറി. ഇതുവരെ ഭൗതികമായ ഭരണങ്ങളും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു നടന്ന ബഹുമാനപ്പെട്ടവർ ഇനി അതാ പരലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവോടൊരു പ്രാർത്ഥന കൂടി നടത്തുന്നു. അതും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, പടച്ചവനെ, നീ എനിക്ക് വലിയ അധികാരം തന്നു. വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ്, ഇതാ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളൊക്കെ നീ എന്നെ പഠിപ്പിച്ചു. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സ്രഷ്ടാവായ അല്ലാഹ്, അൻത വലിയ്യീ ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും നീയാണ് എന്റെ സംരക്ഷകൻ. തവഫനീ മുസ്ലിമാ, ഈ നിഅമത്തുകളൊക്കെ നീ എനിക്ക് ചെയ്തെങ്കിലും എനിക്ക് നിന്നോട് അവസാനമായി ചോദിക്കാനുള്ള എന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇതുകൊണ്ടൊന്നും ഞാൻ തൃപ്തനല്ല. നീ എനിക്ക് വലിയ അധികാരം തന്നു, വലിയ വിവരം തന്നു, പലതരത്തിലുള്ള വിജ്ഞാനം തന്നു. ഇതുകൊണ്ടൊന്നും ഞാൻ സംതൃപ്തനല്ല. എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് തവഫനീ മുസ്ലിമാ, ഇനി മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണം. മരണവേളയിൽ ഈമാൻ തെറ്റിപ്പോയാൽ എന്റെ കാര്യം അപകടത്തിലാകും. നല്ല മനുഷ്യരെ കൂടെ നീ എന്നെ അങ്ങ് ചേർപ്പ് തരണം.
ഇതാണ് എന്റെ ഉത്കടമായ ആഗ്രഹം, അത് നീ എനിക്ക് സാധിപ്പിച്ചു തരണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ തന്റെ 124-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുന്നു. മഹാനായ ആ പ്രവാചകന്റെ ജനാസ നൈൽ നദിയിൽ പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു പേടകത്തിലാക്കിയാണ് അടക്കം ചെയ്തതെങ്കിലും പിൽക്കാലത്ത് ആ ജനാസ ഒന്നും സംഭവിക്കാതെ കണ്ടെടുക്കുകയും അത് ബൈത്തുൽ മുഖദ്ദസിൽ തന്നെ കൊണ്ടുപോയി മറമാടപ്പെടുകയും ചെയ്തു. അങ്ങനെ മഹാനായ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, നീ ഏറ്റവും നല്ല ചരിത്രമെന്ന് പറഞ്ഞ് ആ മഹാനുഭാവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. മഹാന്റെ ജീവിതത്തിലുള്ള ഗുണപാഠങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് പകർത്താൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ റഹ്മാനെ. ഞങ്ങളെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്തിന് പരിപാടി ഉണ്ട്. മഹാനായ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടക്കുകയാണ്. ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നീ ഖായിബാക്കി മടക്കല്ല അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ഇത്രയും ദിവസം ഇവിടെ സഹകരിക്കുകയും സംഭാവനകൾ തരികയും ദുആ കൊണ്ട് അഭ്യർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും നീ സന്തോഷം നൽകണേ റഹ്മാനെ. അവസാനം ജന്നാത്തുൻ നഈമിൽ മഹാത്മാക്കളോടുകൂടെ നീ ഞങ്ങളെ കൂട്ടിച്ചേർത്തു തരണേ അല്ലാ. ഇസ്ലാമിക സാഹിത്യ രംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക BadarPublications.com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ, ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 04952723 439, 9249946233, 9048128414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com.